കരുണാർദ്രമായ സേവനങ്ങളിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ വിശുദ്ധ മദർ തിയഡോർ ഗറാൻ ഇന്നും വിശ്വാസികൾക്ക് അത്ഭുതങ്ങളുടെയും പ്രത്യാശയുടെയും പ്രകാശമായി തുടരുന്നു. അമേരിക്കയിലെ ഇന്ത്യാനയിൽ നിന്നുള്ള ആദ്യ വിശുദ്ധയായ മദറിനെ 2006 ഒക്ടോബർ 15 ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചത്. 1798 ഫ്രാൻസിൽ ജനിച്ച് 1840 അമേരിക്കയിലെ ഇന്ത്യാനയിലേക്ക് മിഷൻ പ്രവർത്തനങ്ങൾക്കായി എത്തിയ മദർ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് അവിടെ പ്രശസ്തമായ സെന്റ് മേരി ഓഫ് ദി വുഡ്സ് കോളേജ് ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനാഥാലയങ്ങളും സ്ഥാപിച്ചു. 19-ാം നൂറ്റാണ്ടിൽ വയറിലെ അർബുദം ബാധിച്ച് മരണാസന്നയായ സിസ്റ്റർ മേരി പ്രിൻഡ്രൻസ് മദർ തിയോഡറിന്റെ മധ്യസ്ഥത തേടി പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണ രോഗസൗഖ്യം നേടി. വൈദ്യശാസ്ത്രത്തിന് വിശദീകരിക്കാനാവാത്ത ഈ അത്ഭുതമാണ് മദറിനെ വാഴ്ത്തപ്പെട്ടവളായി ഉയർത്താൻ കാരണമായത്. 2001 തിമിരം ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ട ഫിലിപ്പ് മക്കാഡോ എന്ന ജീവനക്കാരൻ ശസ്ത്രക്രിയയ്ക്ക് തൊട്ടുമുൻപ് മദറിന്റെ കല്ലറയിൽ പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിയ ഈ സംഭവമാണ് 2006 മദറിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ കാരണമായ അത്ഭുതം. ദാരിദ്ര്യത്തിലും രോഗത്തിലും പതറാതെ ദൈവത്തിന്റെ കരുതലിൽ വിശ്വസിക്കുക എന്ന് ലോകത്തെ പഠിപ്പിച്ച മദർ 1856 മെയ് 14 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. ജീവിതത്തിലെ കഠിനമായ പ്രതിസന്ധികളെ വിശ്വാസം കൊണ്ട് എങ്ങനെ അതിജീവിക്കണമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മദറിൻ്റെ ജീവിതം. ആധുനിക ലോകത്ത് രോഗപീഠകളാലും തടസ്സങ്ങളാലും കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസവും ദൈവപരിപാലനയിൽ വിശ്വസിക്കാനുള്ള പ്രചോദനമായ മദറിൻ്റെ പുണ്യജീവിതം ഇന്നും നിലനിൽക്കുന്നു. വിദ്യാഭ്യാസ തടസ്സങ്ങൾ നീങ്ങുവാനും രോഗശാന്തിക്കുമായി 10,000 കണക്കിന് വിശ്വാസികളാണ് മദറിൻ്റെ മാധ്യസ്ഥം തേടി കല്ലറയിലെത്തുന്നത്.